മന്ത്രി അനൂപ് ജേക്കബ് 36 കോടി രൂപയുടെ അഴിമതി നടത്തിയതായി ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർ കെ.വി. ശിവൻകുട്ടി എം.എൽ.എ പരാതി നൽകി. സംഭവത്തിൽ ഉടൻ അന്വേഷണം വേണമെന്ന് പരാതിയിൽ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഇ ടെൻഡർ, പർച്ചേസ് മാനുവൽ എന്നിവ കാറ്റിൽ പറത്തി കൃത്രിമ സ്റ്റോക്ക് ഔട്ട് രജിസ്റ്റർ കാണിച്ച് വറ്റൽമുളക് വാങ്ങിയതിൽ 2 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകാരന് 7 ദിവസത്തിനകം തുകയുടെ 75% നൽകാൻ മന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്തു. സപ്ലൈകോയ്ക്ക് വേണ്ടി തൂരപ്പരിപ്പ് വാങ്ങിയതിൽ 2.5 കോടി രൂപയുടെ കമ്മീഷൻ മന്ത്രി കൈപ്പറ്റി. അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങുന്നതിന് ലോഡ് ഒന്നിന് 30,000 രൂപ വീതം മന്ത്രി കമ്മീഷൻ കൈപ്പറ്റുകയാണെന്നും ശിവൻകുട്ടി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ സപ്ലൈകോയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് മന്ത്രി സമ്മർദ്ദം ചെലുത്തുകയാണ്. റേഷൻ കടകളെ കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കായി കോടികൾ ചിലവാക്കിയെങ്കിലും പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സെർവർ വാങ്ങുന്നതിനായി AMC ഇല്ലാതെ 4 കോടി രൂപ ചിലവാക്കി. ഇവയടക്കം വൻ അഴിമതികൾ നടത്തുന്നതിന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിച്ചിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഞാനിപ്പോൾ 36.5 കോടി രൂപയുടെ അഴിമതി ആരോപണം മന്ത്രി അനൂപ് ജേക്കബിനെതിരെ രേഖകളടക്കം വച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും അത് വിശദമായി ഏതാണ്ട് 10-20 മിനിറ്റോളം വിജിലൻസ് ഡയറക്ടറുമായി ചർച്ച ചെയ്യുകയുണ്ടായി. മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന 36.5 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി. ശിവൻകുട്ടി MLA വിജിലൻസ് ആസ്ഥാനത്തെത്തി N. ശങ്കർ റെഡ്ഡിക്ക് പരാതി കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. JNU ക്യാമ്പസിൽ പോലീസിനെ പ്രവേശിപ്പിക്കില്ലെന്ന് വൈസ് ചാൻസലർ. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട JNUവിലെ വിദ്യാർത്ഥികൾ ദില്ലി പോലീസിൽ കീഴടങ്ങില്ല. എന്നാൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ കീഴടങ്ങിയില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പോലീസ് കമ്മീഷണർ BS ബസി പറഞ്ഞു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, തീർത്തും സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, എന്തായാലും പോലീസിനെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് അധ്യാപകരടക്കം വൈസ് ചാൻസലർ മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി പ്രതിനിധികളും ഇത് സംബന്ധിച്ചുള്ള ഇതേ നിലപാട് തന്നെയാണ് VC-ക്ക് മുമ്പാകെ അറിയിക്കുകയും ചെയ്തത്. ക്യാമ്പസിനകത്തേക്ക് പോലീസ് പ്രവേശിച്ചാൽ ഇതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിന്റെയും ഉത്തരവാദി VC തന്നെയായിരിക്കുമെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് വിദ്യാർത്ഥികൾ തുടർന്നാൽ വലിയ രീതിയിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടി വരുമെന്നാണ് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ VC-യുമായി ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികൾ കൂടി കൂടിക്കാഴ്ച വീണ്ടും നടത്തുകയാണ്. ഇതിനു മുമ്പ് വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപക സംഘടനാ പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ JNUവിലെ അധ്യാപകർ തന്നെ ആവശ്യപ്പെട്ടിരുന്നതും വ്യാജ മൊഴികളുടെയും വ്യാജ വീഡിയോകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു രാജ്യദ്രോഹ കുറ്റങ്ങളടക്കം ഈ വിദ്യാർത്ഥികൾക്കെതിരെ, ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയത്. ഈ പശ്ചാത്തലത്തിൽ ഈ കുറ്റങ്ങൾ എല്ലാം പിൻവലിച്ച് ക്യാമ്പസിൽ നിന്ന് പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നായിരുന്നു അധ്യാപകർ ആവശ്യപ്പെട്ടത്. അധ്യാപകരുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ ഇതേ രീതിയിലേക്കാണ് VC-യും ഇപ്പോൾ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് വിദ്യാർത്ഥികളും തുടരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി സമയം അനുവദിച്ചേക്കാം എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്നിട്ടും കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ പോലീസ് ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് അറിയുന്നത്. സുരേഷ്, മനു, ഇന്ന് തന്നെ വിദ്യാർത്ഥികളെ, ഉമർ ഖാലിദ് അടക്കമുള്ള 4 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കും എന്ന രീതിയിൽ തന്നെയാണോ ബസി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ തീർത്തും ആസൂത്രിതമായ നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെയും ദില്ലി പോലീസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യം വ്യക്തമായ സാഹചര്യത്തിൽ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം? വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ഉറച്ച പ്രതിഷേധത്തിലൂടെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വ്യാജ വീഡിയോകളിലൂടെയാണ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികൾ ഇപ്പോൾ JNUവിൽ തന്നെയാണുള്ളത്. ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യാപകരടക്കം, JNUവിലെ അധ്യാപകരടക്കം സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവർക്ക് ചുറ്റുമായി സമരം ചെയ്യുകയാണ്. കന്നയ്യക്കടക്കം നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനകത്തേക്ക് പോലീസ് പ്രവേശിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മാത്രമല്ല, രേഖാമൂലമുള്ള ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് വേഷധാരികളായി തന്നെ എത്തിയാൽ ഈ അറസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. മനശങ്കറാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. സരദിയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി IG TJ ജോസ് സോളാർ കമ്മീഷൻ അറിയിച്ചു. കേസിൽ
പോലീസിനെ പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെയെടുക്കാൻ കഴിയുമെന്നും TJ ജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരായില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. 2013 ജൂൺ 15-19 തീയതികളിലെ സരിതയുടെ ഫോൺ കോൾ രേഖകൾ IG TJ ജോസ് ചോർത്തുകയും പിന്നീട് നശിപ്പിക്കുകയും ചെയ്തതായുള്ള ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് LDF സർക്കാരിന് നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് TJ ജോസിനെ കമ്മീഷൻ ഇന്ന് വിസ്തരിച്ചത്. 2013 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയിരുന്നു താൻ. അന്ന് മന്ത്രിമാർക്കെതിരെ ഫേസ്ബുക്കിൽ വന്ന അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായാണ് 4 ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയും സേവനദാതാക്കളിൽ നിന്ന് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തത്. സരിതയുടേതടക്കമുള്ള നമ്പറുകൾ ആ കേസിലേക്ക് പ്രയോജനമില്ല എന്ന് കണ്ട് അത് പിന്നീട് ഫയലിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുവെന്ന് IG TJ ജോസ് മൊഴി നൽകി. നമ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വാർത്ത വന്നത് സംബന്ധിച്ച് തനിക്ക് ബന്ധമില്ല. ടെലിഫോൺ കോൾ ഡീറ്റെയിൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇന്റലിജൻസ് ADGP സെൻകുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയതായി പത്രവാർത്തകളിലൂടെ മാത്രമേ അറിയൂ. ഇക്കാര്യത്തിൽ തന്റെ മൊഴിയെടുക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും IG അറിയിച്ചു. അതേസമയം വിസ്താരം 2 ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സരിതയുടെ അപേക്ഷ കമ്മീഷൻ അനുവദിച്ചു. സരിത മറ്റന്നാൾ 11 മണിക്ക് നിർബന്ധമായും കമ്മീഷനിൽ ഹാജരാകണമെന്നും അല്ലാത്തപക്ഷം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ദില്ലിയിലെത്തി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കുമെന്നല്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി പ്രത്യേകം ചർച്ച നടത്തി. വൈകിട്ട് 7:30 3 നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച നടത്തും. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ദില്ലി ചർച്ച ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിനെ ആരു നയിക്കും, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ബാർ കേസിലും സോളാർ കേസിലും പ്രതിച്ഛായ നഷ്ടമായ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് VM സുധീരൻ. സാമുദായിക പരിഗണന തിരിച്ചടിയാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രചാരണത്തിൽ സജീവമായാലും നയിക്കുന്നത് ചാണ്ടിയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പ് എതിർക്കുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമെങ്കിലും ഇതിനെ നേതൃത്വത്തിലെ എല്ലാവരും മത്സരിക്കണമെന്ന വ്യാഖ്യാനമായി കരുതേണ്ടതില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് നീക്കുക, അതാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നിലപാട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ തമ്പാനൂർ രവി, ബെന്നി ബേനാൻ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെയാണ് സുധീരനും ചെന്നിത്തലയും ലക്ഷ്യമിടുന്നത്. ഇത് കനത്ത ക്ഷീണമുണ്ടാക്കുമെന്നതിനാൽ ഉമ്മൻചാണ്ടി അംഗീകരിക്കില്ല. അതേസമയം പിന്തുണ തേടി രാവിലെ 9 മണിയോടെ ഉമ്മൻചാണ്ടി AK ആന്റണിയുടെ വസതിയിലെത്തി കണ്ടു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. അതിനുശേഷം VM സുധീരനും രമേശ് ചെന്നിത്തലയും പ്രത്യേകം ആന്റണിയെ കണ്ട് പ്രശ്നങ്ങൾ അറിയിച്ചു. സോണിയാഗാന്ധിയുമായി രാത്രി 7 മണിക്കാണ് ചർച്ച. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദ്, AK ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനെ ആരു നയിക്കും എന്ന അവ്യക്തത ഇപ്പോഴും KPCCക്കുള്ളിൽ തുടരുന്നു. എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടതില്ല എന്ന നിലപാടിലാണ് VM സുധീരനുള്ളത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതി കളക്ടറേറ്റ് ഉപരോധിച്ചു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഉപരോധം 3 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. സമരം CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഭൂവിതരണത്തിലും മറ്റ് ആദിവാസി ക്ഷേമ പദ്ധതികളിലും ആദിവാസികളോട് സർക്കാർ തുടരുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് AKS കളക്ടറേറ്റ് ഉപരോധിച്ചത്. ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകുക, വനാവകാശ നിയമം ഭേദഗതി ചെയ്ത് വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭൂമി നൽകുക, ആദിവാസി ഭവന നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. 5 years of suffering. മൂന്നാംഘട്ട കുടിലുറ്റി സമരങ്ങൾ ജില്ലയിലെ 19 കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടിട്ടില്ല. ആദിവാസി ഭൂവിതരണത്തിന് കഴിഞ്ഞ LDF സർക്കാർ നീക്കിവെച്ച 50 കോടി രൂപ കാര്യക്ഷമമായി വിനിയോഗിക്കാനും സർക്കാരിനായില്ല. ആരോഗ്യമേഖലയിലടക്കം ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സർക്കാരിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് AKS കളക്ടറേറ്റ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, വയനാട്.